ചേട്ടാ ഞാൻ വിചാരിച്ച് തിരിച്ചു വരുമ്പോ ഓട്ടോ പിടിക്കും. മക്കള് വല്ലാണ്ടങ്ങ് പ്രതീക്ഷിച്ചല്ലേ? നടയടി അങ്ങോട്ട്. ഞാൻ വീട്ടിൽ ഇറങ്ങിയപ്പോ ചാടി എന്നോട് ഇറങ്ങിയല്ലേ? നടപ്പിലാകട്ടെ കുറച്ച്. ചേട്ടാ ഞാൻ കുറച്ചും കൂടെ ചെറുതായിരുന്നെങ്കിൽ ചേട്ടനെ എടുത്തേനല്ലേ? അതൊക്കെ അപ്പൊ കൊറേ എടുത്തിട്ടുണ്ടല്ലോ. ചേട്ടാ ഇപ്പൊ എടുക്കാൻ പറ്റുമോന്ന് നോക്കിയാലോ? വെറുതെ എന്തിനാ മക്കളെ ആവശ്യമില്ലാത്ത പരിപാടികൾ ഞാൻ ചെയ്ത് എന്റെ നടു ഞാൻ കളയുന്നേ? എന്തായാലും നടക്കൂലെന്നറിയാം. നിനക്കറിയാം എനിക്കും അറിയാം. ചേട്ടാ ദോണ്ടേ ഷിബുറോക്സ്. എന്തടാ അവിടെ റോട്ടില് സെൻട്രൽ സ്റ്റാൻഡ് അതിന്റെ മണ്ട കയറിയിരിക്കുന്നത്? ഞാനേ കല്ലല്ലേ ആര് മൈൻഡ് ചെയ്യാൻ പോണു? നീ വാവാറ്. നോക്കണ്ട പാറക്കുട്ടിയെ പോടാ നമ്മളിപ്പോ നിക്കണെങ്കിലേ നമ്മള്. എന്താണ് മൈൻഡില്ലാതെ പോലെ പോണ പാറക്കുട്ടി? ഞാൻ എത്ര വട്ടം അവിടെ നിന്ന് വിളിച്ചു, എന്നിട്ട് എന്താ പോലും തിരിഞ്ഞു നോക്കാത്തെ? ചേട്ടനല്ലേ വിളിച്ചത്? അറ്റ്ലീസ്റ്റ് ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കായിരുന്നല്ലോ. എന്നാലും കൊള്ളാം. പാറുവേ നിനക്ക് എന്തടി? എനക്ക് നീ എന്തിനാണ് ഈ കണ്ട വഴി കണ്ട ഈ വ്യാപാരത്തെ സംസാരിക്കണേ? നീ വാ വീട്ടിൽ പോവാ. കേശു, നീ കണ്ട അലവിലാതെ എന്നല്ല ഉദ്ദേശിച്ചത്. എന്റെ പൊൻ പൊന്ന് ശിവോയ്, നിനക്ക് എന്തിന്റെ കേടാണ്? നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഞാൻ അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തിനാടാ ഞാനും അവളും കൂടെ പോണ വഴിയിൽ നീ കുറ്റിമറത്തോണ്ട് ഇവിടെ വന്നിക്കണേ? ഓ, നിങ്ങൾ പറഞ്ഞ വഴിയിൽ ആർക്കും നിൽക്കാൻ പാടില്ലായിരിക്കും. നിങ്ങൾ പഴയ തമ്പുരാക്കന്മാര്, അടിയാന്മാര് മാറിത്തരണമായിരിക്കും അല്ലേ? നിനക്ക് എന്താടാ? നിനക്ക് എന്താ പ്രശ്നമാണ്? നീ അത് എന്തായിരുന്നു വെച്ചേക്കണേ? ഉപയോഗിക്കണം കേട്ടാ വല്ലപ്പോഴും. ഇല്ല പിന്നെ എനിക്കറിയാം വിദ്യാഭ്യാസം ഇല്ലെന്ന് അറിയാം, പക്ഷെ കുറച്ച് വിവരം മിനിമം. എടാ ഇപ്പൊ ഇവിടെ നാട്ടുകാരുന്നോ ചന്ദ്രനെ പോയി സ്ഥലം മേടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ആടിയാൻ തമ്പുരാന്ന് പറഞ്ഞിട്ട്. ചേട്ടാ ആൾക്കാരെല്ലാം ചന്ദ്രനിൽ സ്ഥലം മേടിച്ചു തുടങ്ങിയ, എന്നാ പിന്നെ നമുക്ക് മേടിച്ചാലേ? ഞാൻ ആദ്യം എവന്റെ പ്രശ്നം ഒന്ന് ഡീൽ ചെയ്യട്ടെ, എന്നിട്ട് നിന്നെ ഒന്ന് ഡീൽ ചെയ്യാൻ കേട്ടാ. എന്റെ പൊന്നു ശിവോയ്, നിനക്ക് എന്താ ദേവി ഞാൻ പറഞ്ഞതിന്റെ നീ ആവശ്യമില്ലാത്ത അർത്ഥം ഒന്നും കാണല്ലേ? നാട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ അവന്മാർ എന്നെ എടുത്തിട്ട് തല്ലും. എടാ പിന്നെ നീ പറഞ്ഞ അർത്ഥം അതല്ലടാ. നീ പറഞ്ഞ വഴിയിൽ ഞാൻ മാറിക്കണോന്ന് എനിക്ക് വേണമെങ്കിൽ ചോദിക്കാറുണ്ട്. ഞാൻ നിൽക്കുന്ന വഴി കൂടെ നിങ്ങൾ എന്ത് നടന്നു പോണേന്ന്. കേശു പറഞ്ഞ കേട്ടാത്തോന്നും വിൻസെന്റ് തോമസ് ഈ ഇടവഴി മൊത്തത്തിൽ കേശുവിന്റെ പേരെല്ലാം എഴുതി തന്നിരിക്കുമ്പോ എന്നാ കൊല്ലടാ, കൊല്ല് എന്നാ കൊല്ല. നിന്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് ചാവണം. മൊത്തത്തിൽ അങ്ങ് തീരട്ടെ എല്ലാം. എന്താടാ നിനക്ക് എന്തിനാ പ്രശ്നം? ഞാൻ നിന്റെ കാലം വീടാ. എന്തിനാണ് എന്നെ ഇങ്ങനെ നിനക്ക് ദ്രോഹിച്ചിട്ട്? നീ ദൈവം ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടാന്ന് വെച്ചാ പോടാ. എനിക്ക് വയ്യ. ചിലപ്പോ എന്റെ കയ്യബദ്ധത്തിന് ഞാൻ നിന്നെ വല്ല ചെയ്തു, അവസാനം നിന്റെ ജീവനും പോവും, എന്റെ ജീവിതവും പോവും. ഒന്നാമത് ഞാൻ ഇടയായിട്ട് തൊടുന്ന എല്ലാം എന്റെ മണ്ടയ്ക്ക് വന്നിരിക്കുകയാണ്. പ്ലീസ് വിട്. കേശു, ഞാൻ പറഞ്ഞ നീ സമാധാനത്തിൽ കേക്ക്. നീ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കല്ലേ, ഞാനും ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുക. അതിപ്പോ നിന്റെ അനിയത്തിയായിപ്പോ അതിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. മെർലിൻ എന്റെ അനിയത്തിയാണെന്ന് വെക്കുക, അപ്പൊ നീ എന്ത് ചെയ്യും? എന്തൊരു ചോദ്യം ചേട്ടാ ഇത്. ചേട്ടാ ഇത് ശരിയാവില്ല കേട്ടോ. ഞാൻ ഉത്തരം മുട്ടിപ്പോ. അതെ കേശു, ഞാനും ശിവാനിയും സ്നേഹത്തിലാണ്. Kannan Devi Group presents West Zone Flowers Aka Ponnunakazha 2025.